ചിക്കൻ പൊട്ടറ്റോ സാൻഡ്വിച്ച് ഇതുവരെ ആരും ഉണ്ടാക്കാത്ത ട്രൈ ചെയ്യാത്തൊരു സാധനം. എന്നാൽ പിന്നെ വേഗം പോയിട്ട് 1 കിലോ ഉരുളക്കിഴങ്ങ് കുക്കറിലേക്കങ്ങ് ഇട്ടോ. എന്നിട്ടോ നേരെ വിസിലടുപ്പിച്ചിട്ടാ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 250 ഗ്രാം ചിക്കന്, അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് അഥവാ ഒരു പിഞ്ച് ഉപ്പ് എന്നിവ ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കണം. ഇത് ഇന്ന് വരെ ആരും ട്രൈ ചെയ്യാത്തൊരു സാധനം. അതുകൊണ്ട് തന്നെ ഫുൾ കണ്ടിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം തന്നെ കേട്ടോ. എന്നാൽ ചിക്കനിലേക്ക് നല്ലോണം മസാലയെല്ലാം പെരക്കി വെക്കണം കേട്ടോ. എന്നിട്ട് നേരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കലാണ് പരിപാടി. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും അത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലേ. നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ, അതായത് ഒരു 1/2 കപ്പ് വെളിച്ചെണ്ണ വാർന്ന് നമ്മളെ ചിക്കൻ നല്ല പോലെ ഫ്രൈ ചെയ്തെടുക്കണേ. ബോൺലെസ് ചിക്കൻ എടുക്കാൻ എപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, എന്നാലാ ചിക്കൻ കുറച്ചധികം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബോൺലെസ് ചിക്കൻ നല്ല പോലെ പൊരിഞ്ഞെടുക്കണം. 2 വിസിലടിഞ്ഞാൽ നമ്മളെ ഇവിടെ ഉരുളക്കിഴങ്ങ് അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ടാവും, നല്ല വെന്തൊക്കെണ്ടാവും കേട്ടോ. എന്നാൽ പിന്നെ അതിലെ വെള്ളം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് എടുക്കണം, ഒഴിവാക്കി കളയണേ. പിന്നെയോ നമുക്ക് ചിക്കൻ പൊരിഞ്ഞ് വന്നിക്കില്ലേ, അപ്പോൾ ആ ചിക്കനെല്ലാം എടുത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അപ്പോഴത്തേക്കും നമ്മൾ ഒരു സവാള, 2 പച്ചമുളക്, ഒരു ചെറിയ പീസ് ഇഞ്ചി എന്നിവ ചെറുതാക്കി കട്ട് ചെയ്തത് നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. അപ്പോഴത്തേക്കും നമ്മളെ ഉരുളക്കിഴങ്ങെല്ലാം നല്ല പോലെ ചതച്ചെടുക്കാം കേട്ടോ. ചീച്ചെടുക്കാന്ന് നമ്മളെ നാട്ടിൽ പറയാം, നിങ്ങളെ നാട്ടിലെന്നാ പറയുക ഒന്ന് കമൻറ്റ് ഇടണേ. എന്നാൽ നല്ല പോലെ ചതച്ചിങ്ങെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ചിക്കനെല്ലാം നമുക്ക് പിച്ചിന്ന് വെച്ചാൽ ചെറുതാക്കി എടുക്കുക കേട്ടോ. ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്താൽ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ചെറുതാക്കി കടിക്കാൻ കിട്ടുന്ന സൈസിലാക്കുക എന്ന് മാത്രം. പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും നല്ല പോലെ വാടി വന്നിട്ടുണ്ടാവും. അത് നേരെ നമ്മളെ ഉരുളക്കിഴങ്ങിലേക്കിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് 2 കറിവേപ്പിലയും പിന്നെ വേണ്ടിയത് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അതും ഇട്ട് നല്ല പോലെ ഇളക്കി മിക്സാക്കി എടുക്കുക. നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ഒരു പിടി നമ്മൾ മല്ലിച്ചപ്പും ഇട്ട് നല്ല പോലെ കുഴച്ച് ഇളക്കി മറിച്ച് തിരിച്ചിങ്ങെടുക്കണം, എല്ലാടി എത്തണേ. പിന്നെ നമുക്ക് വേണ്ടിയ ബ്രെഡ് ഇട്ടാ. ബ്രെഡ് നമ്മളെ നോൺ സ്റ്റിക്കിൻ്റെ പാനിന് മേലേക്ക് നിരത്തി വെച്ച് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയും ചേർത്ത് നല്ല പോലെ ഒന്ന് നിരപ്പാക്കി കൊടുക്കുക, നല്ലോണം സെറ്റാക്കി എടുക്കണേ. അങ്ങനെ നല്ല പോലെ മസാലയെല്ലാം വെച്ച് ഒന്ന് എല്ലായിടും എത്തുന്ന തരത്തിൽ നിരപ്പാക്കിയതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ബ്രെഡ് എടുത്ത് നമ്മളെ ഉരുളക്കിൻ്റെയും മസാല വെച്ചതിൻ്റെ മേലെ നിരപ്പാക്കി വെച്ച് ഇതിന് ടോസ് ചെയ്തെടുക്കണം കേട്ടോ. അതിനെന്താ വേണ്ടിയ ഒരിത്തിരി വെളിച്ചെണ്ണ ബ്രെഡിൻ്റെ എല്ലാ സൈഡിലും വെച്ച് കൊടുക്കുക, എല്ലാ സൈഡിലും ആക്കി കൊടുക്കുക. എന്നിട്ട് നേരെ തിരിച്ചിട്ട് അപ്പുറത്തെ സൈഡ് മൊരിച്ചിങ്ങെടുക്കണം കേട്ടോ. ഇത് കട്ട്ലൈറ്റിനെക്കാട്ടും അടിപൊളി ടേസ്റ്റുള്ള മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനം. നിങ്ങൾ മസ്റ്റ് ട്രൈ കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനം. മസാലയെല്ലാം ഉരുളക്കിഴങ്ങിൻ്റെ മസാലയെല്ലാം അയ്യാൻ ബ്രെഡിൻ്റെ നടുവിൽ വരുന്നവരുണ്ടല്ലോ, കട്ട്ലേറ്റിനെക്കാട്ടും പൊളി സാധനം കേട്ടോ. മസ്റ്റായിട്ട് ട്രൈ ചെയ്താൽ അടിപൊളി. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ, അത് ഞാൻ പറയണ്ടല്ലോ.